ആരോപണങ്ങൾ ശക്തമായ പശ്ചാത്തലത്തിലാണ് അമ്മ സംഘടനയുടെ കൂട്ടരാജിയെന്ന് അമ്മയുടെ ഭാരവാഹിയായിരുന്ന ജയൻ ചേർത്തല. അതേസമയം അമ്മ സംഘടനയിലെ ചില അംഗങ്ങൾക്ക് വീഴ്ച സംഭവിച്ചെന്നും പരസ്പര ചർച്ചയിലൂടെ എടുത്ത തീരുമാനപ്രകാരമാണ് ഭരണസമിതി രാജിവെച്ചതെന്നും നടൻ ജോയ് മാത്യു പറഞ്ഞു. കൂട്ടരാജി എടുത്തുചാട്ടമെന്നാണ് നടൻ ഷമ്മി തിലകന്റെ പ്രതികരണം. ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് നീങ്ങാം. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ എല്ലാവരും കൂടെ രാജിവെച്ചൊഴിയുന്നു. അഡ്ഹോക് കമ്മിറ്റി 2 മാസം ഭരിക്കുന്നു. അതിനുശേഷം എല്ലാവർക്കും സമ്മതമായിട്ടുള്ള പുതിയ ഭാരവാഹികൾ ജയിച്ചു കയറി വരട്ടെ. അമ്മ സംഘടനയിലെ ചില അംഗങ്ങൾക്ക് വീഴ്ച സംഭവിച്ചെന്നും പരസ്പര ചർച്ചയിലൂടെ എടുത്ത തീരുമാനപ്രകാരമാണ് ഭരണസമിതി രാജിവെച്ചതെന്നും നടൻ ജോയ് മാത്യു പറഞ്ഞു. നിലവിലെ കമ്മിറ്റി 2 മാസം കൂടി അഡ്ഹോക് കമ്മിറ്റിയായി തുടരുമെന്നും ജോയ് മാത്യു വ്യക്തമാക്കി. പ്രസിഡന്റ് സെക്രട്ടറിയാണല്ലോ ഒരു സംഘടനയുടെ തലപ്പത്തിലുണ്ടാകുന്ന ആൾക്കാർ. അപ്പോൾ സെക്രട്ടറിക്ക് പറ്റിയൊരു വീഴ്ച അല്ലെങ്കിൽ അതിലുള്ള മറ്റുള്ള ആൾക്കാരുടെ നേരെ വരുന്ന ആരോപണങ്ങളൊക്കെ വരുമ്പോൾ സംഘടന തീർച്ചയായിട്ടും ഇത്തരം ഭരണസമിതി ഇങ്ങനത്തെ ഒരു ധാർമ്മിക വശത്തിന് ഊന്നൽ കൊടുക്കേണ്ടതാണ്. അംഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കാത്ത സംഘടനയാണ് അമ്മയെന്ന് നടി ഗായത്രി വർഷ പ്രതികരിച്ചു. സ്വാർത്ഥതയും അഹങ്കാരവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഗായത്രി വർഷ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കൂടെ നിൽക്കുന്ന തൊഴിലാളികൾ തന്നെയാണ്. അപ്പോൾ തൊഴിലാളികളാണെന്ന് കണ്ടുകൊണ്ട് കൂടെ നിൽക്കുന്ന അംഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിൽക്കാൻ പറ്റാത്ത ഒരു അസോസിയേഷൻ എത്ര കാലം എങ്ങനെയെല്ലാം വലിച്ചു കൊണ്ടുപോയാലും അത് നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്മ സംഘടനയിലെ കൂട്ടരാജി എടുത്തുചാട്ടമായിരുന്നുവെന്ന് ഷമ്മി തിലകൻ പറഞ്ഞു. ആരോപണ വിധേയർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നുവെന്നും ഷമ്മി തിലകൻ കൂട്ടിച്ചേർത്തു. എനിക്ക് തോന്നുന്നത് അതൊരു എടുത്തുചാട്ടമായി പോയി. കാര്യം ആവശ്യമില്ലാത്തൊരു പരിപാടിയായിപ്പോയി. എല്ലാവരും കൂടി രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. ആരോപിതരായിട്ടുള്ള ആൾക്കാർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു. ഒരു അനിശ്ചിതത്വം ഉണ്ടായില്ലേ അംഗങ്ങളിൽ. അർഹതയുള്ള പുതിയ ഭാരവാഹികൾ വരട്ടെയെന്നും സ്ത്രീകൾ ഭാരവാഹികളായി വരണമെന്നും നടി ഉഷ പ്രതികരിച്ചു. പുതിയ കമ്മിറ്റി എത്രയും പെട്ടെന്ന് വരട്ടെ. അർഹതയുള്ള പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ധൈര്യപൂർവ്വം ഇടപെടാനും. ഇപ്പോൾ ഒരാൾ വന്ന് കംപ്ലൈൻറ്റ് പറയുമ്പോൾ ആ കംപ്ലൈൻറ്റ് ഉൾക്കൊണ്ട് ആരെക്കുറിച്ചാണോ പറയുന്നത് അവർക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള മനഃശക്തിയും ഉള്ള ചോദിക്കാനുള്ള ഒരു ആർജവവുമുള്ള സ്ത്രീ പ്രതിനിധികളായിരിക്കണം അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് വരേണ്ടത്. അമ്മയുടെ കൂട്ടരാജി ശരിയായില്ലെന്നും തെരഞ്ഞെടുത്തവരെ അപമാനിക്കുന്നത് ശരിയല്ലെന്നും നടൻ അനൂപ് ചന്ദ്രനും പ്രതികരിച്ചു. എന്തായാലും ഈ രാജിയെ ഒരിക്കലും അമ്മ അസോസിയേഷനിലെ ഒരു ജനാധിപത്യ ഇത് വരണം എന്നാഗ്രഹിച്ച് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.